നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആന്ത്രക്കരിപ്പൂർ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ ഐഡിയൽ ഡെക്കോ ഹോം ആൻഡ് ഓഫീസ് ഫർണിച്ചർ ആൻഡ് ആക്സസറീസ് സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം സുനിത ഫർണിച്ചർ സുനിത ടവർ താവക്കര കണ്ണൂർ പുതുമന ഗോൾഡ് ഹൗസ് മെയിൻ റോഡ് പയ്യന്നൂർ ABC സെയിൽസ് കോർപ്പറേഷൻ കണ്ണൂർ തളിപ്പറമ്പ പയ്യന്നൂർ മണിത്താലി ഗോൾഡ് കവറിംഗ് സിറ്റി സെന്റർ സെന്റ് മേരീസ് സ്കൂൾ മുൻവശം പയ്യന്നൂർ. നമസ്കാരം. പ്രധാന വാർത്തകൾ. പയ്യന്നൂർ നഗരസഭ മാസ്റ്റർ പ്ലാൻ രണ്ടാം ഘട്ട സെമിനാർ ശ്രീകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി തൂണുകൾ സർക്കാർ റിലയൻസിന് വാടകയ്ക്ക് നൽകിയത് കേബിൾ TV മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് സിഒയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രകടനം നടത്തി. ചെറുവത്തൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ഐതിഹ്യപ്പെരുമയിൽ മംഗലക്കുഞ്ഞുങ്ങൾ ക്ഷേത്രാങ്കണത്തിലെത്തി. മംഗലക്കുഞ്ഞുങ്ങളോടുകൂടിയ മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റം ദർശിക്കാൻ ക്ഷേത്രത്തിലേക്ക് ഭക്തജനപ്രവാഹം. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കാങ്കോലിൽ വർഗീയ വിരുദ്ധ മാനവ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഭാരതീയ മസ്ദൂർ സംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 16-17 തീയതികളിൽ നടക്കും. മുന്നോടിയായി തൃക്കരിപ്പൂരിൽ വിളംബര ജാഥ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. പയ്യന്നൂർ നഗരസഭ മാസ്റ്റർ പ്ലാൻ രണ്ടാം ഘട്ട സെമിനാർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്നു. സെമിനാർ ശ്രീകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. വികസന കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ് പയ്യന്നൂർ. അതിനുവേണ്ടിയുള്ള മാസ്റ്റർ പ്ലാൻ രണ്ടാം ഘട്ട സെമിനാർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്നു. ജനങ്ങളുടെ ജീവിത നിലവാരവും സാമ്പത്തിക വളർച്ചയും മെച്ചപ്പെടുത്തുന്നതിനും സേവനങ്ങൾ ഏറ്റവും ഗുണപരമായി ലഭ്യമാക്കുന്നതിനും വേണ്ടി പയ്യന്നൂർ നഗരസഭയിൽ സ്ഥലപരമായ വികസന കാഴ്ചപ്പാടോടുകൂടി 20 വർഷം മുതൽ 30 വർഷത്തേക്ക് വരെ ദീർഘകാലാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന നിർബന്ധിതമായ സമഗ്ര വികസന രേഖയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീകൃഷ്ണൻ MLA പറഞ്ഞു. പയ്യന്നൂർ നഗരസഭയുടെ ഒരു വികസനവുമായി ബന്ധപ്പെട്ട മാസ്റ്റർ പ്ലാനിന്റെ ഒരു കരട് തയ്യാറാവും വേണം. അത് വെച്ചുകൊണ്ട് വീണ്ടും ചർച്ചക്കതിൽ വിധേയമാക്കേണ്ടതായിട്ട് വരും. ഇവിടെ എന്തെല്ലാമാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങളോട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആമുഖ പ്രഭാഷണത്തിൽ ചർച്ച ചെയ്തുമെല്ലാം ആ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ചടങ്ങിൽ അധ്യക്ഷയായി. ജില്ലാ ടൗൺ പ്ലാനർ G ശശികുമാർ ആമുഖ ഭാഷണം നടത്തി. ഡെപ്യൂട്ടി ടൗൺ പ്ലാനർ K സത്യബാബു മാസ്റ്റർ പ്ലാൻ കരടവതരണം നടത്തി. കാർഷിക മേഖലയുടെ പുനരുജ്ജീവനം, ആധുനിക ബസ് ടെർമിനൽ കോംപ്ലക്സ്, പരമ്പരാഗത കൈത്തൊഴിൽ വ്യവസായങ്ങളുടെ പ്രോത്സാഹനം, കുടുംബശ്രീ സ്ഥിരം വിപണന കേന്ദ്രം, മോഡേൺ മാർക്കറ്റ്, വയലുകളുടെയും ജലഗതാഗതങ്ങളുടെയും മറ്റ് പരിസ്ഥിതിലോല പ്രദേശങ്ങളുടെയും സംരക്ഷണം തുടങ്ങിയ നിരവധി പദ്ധതികളാണ് പയ്യന്നൂരിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരുങ്ങുന്നത്. ശശി വട്ടക്കോവൽ, V നാരായണൻ, GD നായർ, AP നാരായണൻ, KV ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. 4G കേബിൾ വലിക്കാൻ റിലയൻസിന് വൈദ്യുതി തൂണുകൾ സർക്കാർ വാടകയ്ക്ക് നൽകിയത് ചെറുകിട കേബിൾ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. തൂണുകൾക്ക് വലിയ വാടക നൽകി പ്രവൃത്തി തുടരാൻ പറ്റാത്തതാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സിനെ പ്രതിസന്ധിയിലാക്കുന്നത്. വൈദ്യുതി തൂണുകളിലൂടെ 4G കേബിൾ വലിക്കാൻ റിലയൻസിന് 5 വർഷത്തേക്ക് സർക്കാർ അനുമതി. തൂണൊന്നിന് 5 വർഷത്തേക്ക് നഗര അർദ്ധനഗരങ്ങളിൽ 1800 രൂപയും ഗ്രാമങ്ങളിൽ 900 രൂപയുമാണ് വാടക. 4G ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വലിക്കാൻ റിലയൻസ് ജിയോ ഇൻഫോംകോം എന്ന കമ്പനി വൈദ്യുതി ബോർഡിനെയാണ് ആദ്യം സമീപിച്ചത്. ബോർഡ് തീരുമാനം സർക്കാരിന് വിട്ടു. 5 വർഷത്തെ വാടക മുൻകൂർ നൽകണമെന്ന വ്യവസ്ഥയോടെയാണ് സർക്കാരിൻ്റെ പുതിയ തീരുമാനം. കഴിഞ്ഞ ആഗസ്റ്റ് 16 നടന്ന ഡയറക്ടർ ബോർഡ് യോഗമാണ് തീരുമാനം സർക്കാരിന് വിട്ടത്. റിലയൻസിന്റെ വാഗ്ദാനം പരിശോധിച്ച് അവരുമായി വിലപേശലിലൂടെ താരതമ്യേന ഉയർന്ന വാടക ലഭ്യമാക്കാൻ സർക്കാർ ബോർഡിനോട് നിർദ്ദേശിച്ചു. ഹൈക്കോടതി ഇടപെട്ട് വാടക കുറയ്ക്കുന്നതിന് മുൻപ് കേബിൾ TVക്കാർക്ക് ബോർഡ് നിശ്ചയിച്ച വാടക നൽകാമെന്നാണ് ചർച്ചയിൽ റിലയൻസ് സമ്മതിച്ചത്. വൈദ്യുതി തൂണുകളിലൂടെ കേബിൾ വലിക്കാൻ കേബിൾ TV കമ്പനികൾക്ക് നഗര അർദ്ധനഗര പ്രദേശങ്ങളിൽ 313 രൂപയും ഗ്രാമങ്ങളിൽ 180 രൂപയുമാണ്. 2011-12 മാർച്ച് മാസത്തിലാണ് ബോർഡ് വാടക നിശ്ചയിച്ചത്.
എന്നാൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ വാടക താങ്ങാവുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ഒരു തൂണിന് ഇത്രയും ഭീമമായ തുക നൽകി കേബിൾ കണക്ഷൻ നടത്തിക്കൊണ്ടുപോകാൻ ഓപ്പറേറ്റേഴ്സിന് സാധിക്കില്ല. ഭൂരിപക്ഷം പേരും ഈ രംഗം വിട്ടൊഴിയാൻ ഇത് കാരണമാകുമെന്നും KCCI സംസ്ഥാന പ്രസിഡന്റ് അൻവർ പറഞ്ഞു. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ചെറുകിട പ്രസ്ഥാനത്തെ മുഴുവൻ ദ്രോഹിക്കുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അവരുടെ താല്പര്യങ്ങൾ മുഴുവനും അദാനിക്കും അംബാനിക്കും മാത്രം തീരെഴുതുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിൽ സംജാതമായിട്ടുള്ളത്. ഞങ്ങൾക്ക് 1997 മുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പോസ്റ്റുകൾ ഇന്ന് 5 കൊല്ലത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് റിലയൻസ് എന്ന് പറയുന്ന വൻകിട കമ്പനിക്ക് അവരുടെ 4G സർവീസ് നൽകുന്നതിന് വേണ്ടി നൽകിയിരിക്കുകയാണ്. മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും 400-450 രൂപയും വാങ്ങുമ്പോൾ കേരളത്തിലെ ചെറുകിട പ്രസ്ഥാനം കേബിൾ TVക്ക് വേണ്ടി വാങ്ങുന്ന റെൻറ്റ് 200 രൂപയോ അല്ലെങ്കിൽ 220 രൂപയാണ്. ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുകിട പ്രസ്ഥാനക്കാരെ മുഴുവനും ഈ പറയുന്ന നിരക്കിലൂടെ ബുദ്ധിമുട്ടിക്കുകയും കേബിൾ TVയുടെ റെൻറ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം ഞങ്ങളിൽ ഉണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇത്രയും ഭീമമായ തുക കൊടുത്ത് ഈ രംഗത്ത് തുടരണമെങ്കിൽ ഉപഭോക്താക്കൾക്ക് മേൽ അമിത വാടക ഈടാക്കേണ്ടി വരും. എല്ലാ തരത്തിലും കേബിൾ TV രംഗത്തെ തകർക്കുവാനുള്ള സർക്കാരിന്റെ ഗൂഢശ്രമമാണ് ഇതിനു പിന്നിലെന്നും അൻവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്. 4G കേബിൾ വലിക്കാൻ റിലയൻസിന് വൈദ്യുതി തൂണുകൾ വാടകയ്ക്ക് നൽകിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കേബിൾ TV ഓപ്പറേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വൈദ്യുതി തൂൺ റിലയൻസിന് തീരെഴുതിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് പയ്യന്നൂരിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. നെറ്റ്വർക്ക് ചാനൽ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ബാർ അഴിമതി, ഗെയിംസ് അഴിമതി എന്നതിന്റെ തുടർച്ചയായി ഇനി കേരളം കേൾക്കാൻ പോകുന്നത് വൈദ്യുതി തൂണുകളുടെ വാടക ഇനത്തിൽ നടത്തിയ കോടികളുടെ അഴിമതി കഥയായിരിക്കുമെന്ന് പൊതുയോഗത്തിൽ സംസാരിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറി സന്ദീപ് കുമാർ പറഞ്ഞു. ആഗോള കുത്തക കമ്പനിയായ റിലയൻസിന് അവരുടെ 4G സേവനം കേരളമാകെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി തീരെഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഈ പ്രതിഷേധ പ്രകടനത്തിന് കാരണമായിട്ട് ഞങ്ങൾ കാണുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, കേരളത്തിലെ കേബിൾ TV വ്യവസായവും ഈ വൈദ്യുത പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഒട്ടനവധി സമരങ്ങൾ, ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് പരിമിതമായ രൂപത്തിലെങ്കിലും കേരളത്തിലെ വൈദ്യുത തൂണുകൾ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യുത് ശക്തി ബോർഡ് കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെ അനുവദിച്ചത്. മനോജ് കുമാർ, ബിജു കാമ്പ്രത്ത്, ദീപു MV തുടങ്ങിയവർ സംസാരിച്ചു. കളിയാട്ട പുണ്യം തേടി മംഗലക്കുഞ്ഞുങ്ങൾ അരങ്ങിലെത്തി. പെരുങ്കളിയാട്ടത്തിന്റെ 3-ാം ദിനം വൈകിട്ടോടെ നടന്ന മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റത്തോടൊപ്പമാണ് മംഗലക്കുഞ്ഞുങ്ങൾ അരങ്ങിലെത്തിയത്. പെരുങ്കളിയാട്ടത്തിന്റെ സവിശേഷമായ ചടങ്ങ് ദർശിക്കാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. ഹൈന്ദവ ഗൃഹങ്ങളിൽ പണ്ടുകാലത്ത് നടത്തിയിരുന്ന ചടങ്ങാണ് പന്തൽമംഗലം. കല്യാണവുമായി ഇതിന് ബന്ധമില്ല. വ്രതശുദ്ധിയോടെയുള്ള ആചാരമായതിനാൽ വീട്ടിൽ അശുദ്ധിയുള്ള സന്ദർഭത്തിൽ പന്തൽമംഗലം പാടില്ല എന്നാണ് കീഴ്വഴക്കം. ബ്രാഹ്മണ കന്യകയായ മുച്ചിലോട്ട് ഭഗവതിയുടെ പന്തൽമംഗല സമയത്താണ് അച്ഛന് വാലായ്മയുള്ള കാര്യം അറിയുന്നത്. ഇതോടെ പന്തൽമംഗലം മുടങ്ങുന്ന കഥയാണ് പെരുങ്കളിയാട്ടത്തിന്റെ ഇതിവൃത്തം. പന്തൽമംഗലത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് മംഗലക്കുഞ്ഞുങ്ങൾ ക്ഷേത്രസന്നിധിയിലെത്തുന്നത്. പെരുങ്കളിയാട്ടത്തിന്റെ 3-ാം ദിവസം നടക്കുന്ന മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റ സമയത്താണ് മംഗലക്കുഞ്ഞുങ്ങൾ ക്ഷേത്രത്തിലെത്തുന്നത്. തോറ്റം ഉറഞ്ഞ് നർത്തകന്മാരോടൊപ്പം ക്ഷേത്രം വലം വയ്ക്കാൻ ആരംഭിക്കുന്നതോടെ മംഗലക്കുഞ്ഞുങ്ങൾ അമ്മാവന്മാരുടെയോ അച്ഛന്മാരുടെയോ തോളിലേറി തോറ്റത്തിനൊപ്പം 3 തവണ ക്ഷേത്രം വലം വയ്ക്കുകയും വെറ്റില നുള്ളിയെറിയുകയും ചെയ്യുന്നു. ഐതിഹ്യപ്പെരുമയിൽ 100ഓളം മംഗലക്കുഞ്ഞുങ്ങളാണ് ചെറുവത്തൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായത്. മംഗലക്കുഞ്ഞുങ്ങളോടെയുള്ള മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റം കാണാൻ ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹമായിരുന്നു. 3-ാം ദിനത്തിൽ രാവിലെ മുതൽ കണ്ണങ്ങാട്ട് ഭഗവതി, പുലിയൂർകാളി, രക്തചാമുണ്ടി, മടയിൽ ചാമുണ്ടി, വിഷ്ണുമൂർത്തി തുടങ്ങിയ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. ശനിയാഴ്ച ഉച്ചയോടെ 3 പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ചെറുവത്തൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി വരും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ചെറുവത്തൂർ ശ്രീ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം 30 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു പ്രദേശത്തിന്റെ ആകെ സ്വപ്ന സാക്ഷാത്കാരമായി വിരുന്നെത്തിയ പെരുങ്കളിയാട്ടത്തിലേക്ക് ഭക്തജന പ്രവാഹം.
സമാപന ദിവസം ശ്രീ മുച്ചിലോട്ടമ്മയുടെ തിരുമുടി നിവരുന്നത് കാണാനും അനുഗ്രഹങ്ങൾ വാങ്ങാനുമുള്ള കാത്തിരിപ്പിലാണ് ആബാലവൃദ്ധം ജനങ്ങളും. വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു പ്രദേശത്തിൻ്റെയാകെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് ചെറുവത്തൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പെരുങ്കളിയാട്ടം. ആണ്ടുകൾക്കിപ്പുറത്ത് ഒരു പെരുങ്കളിയാട്ടത്തിന് കൂടി തിരിതെളിയുമ്പോൾ കൂട്ടായ്മയുടെ കുടക്കീഴിൽ അണിനിരക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ചെറുവത്തൂർ നിവാസികൾ. കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂർ ദേശീയപാതയുടെ കിഴക്കുവശത്തായിട്ടാണ് ചെറുവത്തൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വീരഭദ്ര ക്ഷേത്രവും വിഷ്ണുമൂർത്തി ക്ഷേത്രവും സമീപത്തായി സ്ഥിതി ചെയ്യുന്നു. ദേശാധിപത്യം വഹിക്കുന്ന വീരഭദ്രനാണ് മുച്ചിലോട്ട് ഭഗവതിക്ക് ഇരിപ്പിടം കൊടുത്തതെന്നാണ് പുരാവൃത്തം. വടക്ക് വീരമലയും തെക്ക് മയിലാട്ടിക്കുന്നും മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന് കാവലായി നിലകൊള്ളുന്നു. കരിപ്പോടി തൊട്ട് വളപട്ടണം വരെയുള്ള 17 നാടുകളിലെ 18 മുച്ചിലോടുകളാണ് പ്രധാനം. അവയിലൊന്നാണ് ചെറുവത്തൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രവും. തൃക്കരിപ്പൂർ തെക്കുംപാട് മുച്ചിലോട്ട് നിന്ന് അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഭാഗം വാങ്ങിപ്പിരിഞ്ഞ ഒരു സമുദായാംഗത്തിൻ്റെ കൂടെ ദേവിയും എഴുന്നള്ളി എന്നാണ് വിശ്വാസം. വെച്ച് കിട്ടിയ ഒരു കാരയും കൈവിളക്കുമായി നേരെ വടക്കോട്ട് യാത്ര തിരിച്ചു. രാത്രിയോടെ ചെറുവത്തൂർ കാടങ്കോട്ടെത്തി. കാരയും കൈവിളക്കും അവിടെ വെച്ച് വിശ്രമം ആരംഭിച്ചു. കൂടെ കൂടിയ മുച്ചിലോട്ടമ്മയുടെ സാന്നിധ്യം അവിടെയുണ്ടായി. ക്ഷേത്രപാലകന്റെ നിർദ്ദേശപ്രകാരം വീരഭദ്രനെ ചെന്ന് കണ്ടു. വീരഭദ്രൻ കൽപ്പിച്ച സ്ഥലത്ത് മുച്ചിലോട്ട് ഭഗവതി ആരൂഢമുറപ്പിക്കുകയും ക്ഷേത്രം പണിയുകയും ചെയ്തുവെന്നാണ് വിശ്വാസം. ചെറുവത്തൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള 145 ബാല്യക്കാരാണ് ചെറുവത്തൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പരിപാലിച്ചു വരുന്നത്. നിങ്ങളും ഞങ്ങളുമില്ലാതെ നമ്മളായി മാറുന്ന സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും വേദിയിലേക്ക് ദീപികക്കോലും കയ്യിലേന്തി പൊയ്ക്കണ്ണും ധരിച്ച് മഞ്ഞൾക്കുറി വിതറിയെത്തുന്ന മുച്ചിലോട്ട് ഭഗവതിയെ കണ്ട് സായുജ്യമടയാൻ കാത്തിരിക്കുകയാണ് ദേവി ഭക്തർ. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഐതിഹ്യപ്പെരുമയിൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നെയ്യാട്ടം. ചെറുവത്തൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട ഭാഗമായി അരങ്ങിലെത്തിയ നെയ്യാട്ടം ഭക്തരിൽ ആവേശമുണർത്തി. കലവറ ബാല്യക്കാരുടെ നേതൃത്വത്തിലാണ് നെയ്യാട്ടം നടക്കുന്നത്. പതിഞ്ഞ താളത്തിൽ വീക്ക് ചെണ്ടയുടെ അകമ്പടിയോടെ നടക്കുന്ന മുച്ചിലോട്ട് ഭഗവതിയുടെ തോറ്റത്തിൽ ആവേശമുണർത്തുകയാണ് നെയ്യാട്ടം. ആരാധനാമൂർത്തിയായ ഭഗവതിയുടെ തോറ്റത്തിനൊപ്പം അരങ്ങിലെത്തുന്ന നെയ്യാട്ടം ബാല്യക്കാരുടെ ആർപ്പുവിളികളാൽ ഘോഷമുയർത്തുന്നു. മുച്ചിലോട്ട് ഭഗവതിയായി മാറിയ പെരിഞ്ചല്ലൂരിലെ ബ്രാഹ്മണ കന്യകയുടെ ആത്മാഹൂതിക്ക് തീക്കുണ്ടത്തിൽ എണ്ണ പകർന്ന മുച്ചിലോടൻ പടനായരുടെ പ്രതീകമായാണ് ചെമ്പുകുടം നിറയെ വെള്ളം തലയിലേറ്റി ബാല്യക്കാർ നൃത്തം ചവിട്ടുന്നത്. നൃത്തത്തിൽ തുളുമ്പിമറിയുന്ന ജലം ബാല്യക്കാർ മൂർധാവിൽ ഏറ്റുവാങ്ങുന്നത് തീർത്ഥസ്നാനമാണെന്നാണ് വിശ്വാസം. കോലധാരിയും അനുചരന്മാരും പീഠത്തിന് മുന്നിൽ ചെണ്ടയുടെ താളത്തിൽ തോറ്റം പാട്ട് ആരംഭിക്കും. തോറ്റം മുറുകുന്നതോടെ ക്ഷേത്രാചാരക്കാരായ കോമരങ്ങൾ ചെണ്ടയുടെ താളത്തിൽ നടനമാടുന്നു. അരുളപ്പാടും ആചാരക്കാരും ഒരു ഭാഗത്തും ആചാരക്കാരായ വണ്ണാന്മാർ കൈതാങ്ങിക്കൊണ്ട് മറുഭാഗത്തും ക്ഷേത്രത്തിന് വലം വയ്ക്കുന്നതോടെയാണ് നെയ്യാട്ടം ആരംഭിക്കുന്നത്. കലവറയിൽ കൂടിയ ബാല്യക്കാരുടെ നേതൃത്വത്തിലാണ് നെയ്യാട്ടം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഡിവൈഎഫ്ഐ വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വർഗീയ വിരുദ്ധ മാനവ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൂട്ടായ്മ നാസർ കോളായി ഉദ്ഘാടനം ചെയ്തു. ആ പ്രകടന പത്രികയിൽ എവിടെയെങ്കിലും കോൺഗ്രസ് പറയുന്നുണ്ടോ ഞങ്ങൾ ജയിച്ച് അധികാരത്തിൽ വന്നാൽ ഇവിടെ
ഇതുപോലെയുള്ള നിയമങ്ങൾ, തൊഴിലുറപ്പ് പദ്ധതി അടക്കമുള്ള നിയമങ്ങൾ നടപ്പിലാക്കും എന്ന് കോൺഗ്രസ് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രികയിൽ പിന്നെ നമ്മൾ തൊഴിലുറപ്പൊന്നും തരേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക എടുത്ത് പരിശോധിക്കുക. ആ പ്രകടന പത്രികയിൽ പറയുന്നു, ഞങ്ങൾ ജയിച്ച് അധികാരത്തിൽ വന്നാൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കും. ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് അത് നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചു. എങ്ങനെ? മാസത്തിലൊരിക്കൽ നമ്മൾ ഒരുമിച്ച് കൂടും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ. വർഗീയ വിരുദ്ധ മാനവ സൗഹൃദ കൂട്ടായ്മ നാസർ കൊളായി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ DYFI കാങ്കോൽ വെസ്റ്റ് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് A. രാജേഷ് അധ്യക്ഷനായിരുന്നു. CPIM കാങ്കോൽ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി K. രാജൻ, DYFI പെരിങ്ങം ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി P. സജികുമാർ എന്നിവർ പ്രഭാഷണം നടത്തി. PP പ്രദീപൻ, N. അബ്ദുൾ സമീർ എന്നിവർ സംബന്ധിച്ചു. ഭാരതീയ മസ്ദൂർ സംഘം ജില്ലാ സമ്മേളനം ഫെബ്രുവരി 16-17 തീയതികളിൽ നടക്കും. ഇതിനു മുന്നോടിയായി BMS തൃക്കരിപ്പൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിളംബര ജാഥ നടത്തി. ഫെബ്രുവരി 16-17 തീയതികളിൽ നടക്കുന്ന BMS കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം BMS തൃക്കരിപ്പൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വിളംബര ജാഥയ്ക്ക് K. കുഞ്ഞിക്കണ്ണൻ, A. രാജീവൻ, T. ലക്ഷ്മണൻ, K. ശശിധരൻ, K. രവി, TM നാരായണൻ, AV രാഘവൻ, കപ്പച്ചേരി ജനാർദ്ദനൻ എന്നിവർ നേതൃത്വം നൽകി. മാടായി രാമന്തളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മൂലക്കീൽക്കടവ് പാലത്തിന്റെ നിർമ്മാണം അനിശ്ചിതമായി നീളുന്നു. സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയായിട്ടും നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. മൂലക്കീൽ രാമന്തളി ഗ്രാമപഞ്ചായത്ത് നിവാസികളുടെ ഏറെക്കാലത്തെ സ്വപ്നമാണ് പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന പാലം എന്നത്. ഇപ്പോൾ കടത്തുതോണിയെ ആശ്രയിച്ചാണ് പ്രദേശത്തുകാർ യാത്ര ചെയ്യുന്നത്. ജനങ്ങളുടെ ഏറെക്കാലത്തെ മുറവിളിക്ക് ഒടുവിൽ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2008-ൽ 510 ലക്ഷം രൂപയുടെ പ്രാരംഭ സർവേ റിപ്പോർട്ട് സർക്കാർ അനുവദിച്ചിരുന്നു. തുടർന്ന് 2009-ൽ ഭരണാനുമതി ലഭിക്കുകയും ചെയ്തു. വിശദമായ സർവേ, ബോറിംഗ് ഡിസൈൻ തയ്യാറാക്കൽ എന്നീ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി. TV രാജേഷ് MLAയും ജനപ്രതിനിധികളും മാടായി രാമന്തളി പഞ്ചായത്ത് അധികൃതരും ഇടപെട്ട് അപ്രോച്ച് റോഡിന് ആവശ്യമായ സ്ഥലമേറ്റെടുക്കൽ നടപടിയും പൂർത്തിയാക്കി. പുതിയ ഡിസൈൻ പ്രകാരം 10,20 ലക്ഷത്തിന്റെ ഭരണാനുമതിക്കായി സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഉൾനാടൻ ജലഗതാഗത വകുപ്പ് പാലത്തിന്റെ ഡിസൈനിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രദേശത്തുകൂടി ബോട്ട് സർവീസ് നടത്താൻ പാലത്തിന്റെ ഉയരം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇതാണ് പാല നിർമ്മാണം വൈകാൻ കാരണമാകുന്നതെന്നാണ് അധികൃതരുടെ വാദം. ജനങ്ങളുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പായ മൂലക്കീൽ കടവ് പാലം യാഥാർത്ഥ്യമാക്കാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കണ്ടോന്താർ ഇടമന UP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ അഭിനയ പഠന കളരിയും വ്യക്തിത്വ വികസന ക്യാമ്പും സംഘടിപ്പിച്ചു. അഭിനയ കളരി ഉദയൻ കുണ്ടംകുഴി ഉദ്ഘാടനം ചെയ്തു. ഇടമന UP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും സ്കൂൾ PTയുടെയും സഹകരണത്തോടെയാണ് അഭിനയ പഠന കളരിയും വ്യക്തിത്വ വികസന ക്യാമ്പും സംഘടിപ്പിച്ചത്. വെള്ളി, ശനി ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടക്കുന്നത്. അഭിനയ കളരിക്ക് ഉദയൻ കുണ്ടംകുഴിയും വ്യക്തിത്വ വികസന ക്യാമ്പിന് സനൽ പാടിക്കാനവുമാണ് നേതൃത്വം നൽകുന്നത്. ഇവിടെ എല്ലാവരുടെ ഭാവന ഒന്നിക്കലായിരുന്നു അല്ലെ, അതുകൊണ്ട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് സംഭവങ്ങൾ നടന്നുപോയി. ഇനിയിപ്പോ ഇതിന്റെ കൂടെ ഭാവന മാത്രം ഉണ്ടായാൽ മതിയോ? നമുക്ക് പോരാ. അവതരിപ്പിക്കുമ്പോ എന്തും കൂടി വരണം, അഭിനയം കൂടി വരണം. ഉദ്ഘാടന ചടങ്ങിൽ ഗോവിന്ദൻ നമ്പൂതിരി, TK ദാമോദരൻ നമ്പൂതിരി, K രാജഗോപാലൻ, P ശ്രീകല, P ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി നിരവധി അഭിനയ മുഹൂർത്തങ്ങളും വ്യക്തിത്വ വികസന പ്രവർത്തനങ്ങളും നടക്കും. ക്യാമ്പ് ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പിലാത്ര. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ മാടായിയിൽ കവിതാ ആലാപനം ആസ്വാദനം സംഘടിപ്പിച്ചു. മാടായി AO VM രാജീവൻ ഉദ്ഘാടനം ചെയ്തു. ആസ്വാദനം അവിടെ 50% മാത്രമേ നടക്കൂ. വായിച്ചാസ്വദിക്കുമ്പോഴാണ് കവിതയുടെ ഉള്ളകങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ ആഴത്തിൽ. മാടായി സബ് ജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. TS രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. പ്രശസ്ത കവി CM വിനയചന്ദ്രൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. സനൽകുമാർ വെള്ളുവ, ലൈല KV, രാജൻ വട്ടപ്പാറ, ഗിരിജ, ജയശ്രീ, O രതി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കണ്ടോത്തെ ALP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നാടക കളരി ശ്രദ്ധേയമായി. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ആവിഷ്കാരം അനുഭവമാകുമ്പോഴും അനുഭവം ആവിഷ്കാരമാകുമ്പോഴും നാടകം വിജയിക്കുന്നു എന്നാണ് സങ്കല്പം. കണ്ടോത്ത ALP സ്കൂളിൽ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ നാടക കളരി ഈ വിധത്തിൽ അനുഭവങ്ങൾ പങ്കുവെക്കലിന്റെ വേദി കൂടിയായി മാറി. സ്കൂൾ കുട്ടികൾക്ക് എന്താണ് നാടകം എന്ന് പരിചയപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്.
കണ്ടോത്ത് പ്രദേശത്തെ പഴയകാല നാടക പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അരങ്ങിന്റെ ബാലപാഠങ്ങൾ പകർന്നു കൊടുക്കുകയും ഒപ്പം അരങ്ങിന് പിന്നിലെ ജീവിതങ്ങളെക്കുറിച്ചുള്ള അറിവ് പകരുകയും കൂടിയായി മാറി. നാടകപ്രവർത്തകൻ VTK കണ്ടോത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു നാടകം സെറ്റ് ചെയ്യിപ്പിച്ച് കളിപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാടകത്തെക്കുറിച്ച് കുട്ടികളിൽ ചെറിയ പ്രായത്തിൽ തന്നെ അറിവുകൾ ഉണ്ടാക്കുക, ആ അറിവ് അവർക്ക് വരും കാലങ്ങളിലേക്ക് ഒരു ശക്തിയായി മാറട്ടെ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പി നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളും നാടകപ്രവർത്തകരുമായ TP കമലാക്ഷൻ, കുമാർ കണ്ടോത്ത്, പ്രമോദ് കണ്ടോത്ത്, KBR കണ്ണൻ, KV വിജയൻ, A ശശി എന്നിവർ നാടകാനുഭവങ്ങൾ വിശദീകരിച്ചു. KV ഗിരിജ, P മോഹനൻ എന്നിവർ സംബന്ധിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശാസ്ത്രകലാ ജാഥയ്ക്ക് പിലാത്തറയിൽ സ്വീകരണം നൽകി. പഞ്ചായത്ത് അംഗം K ഉഷാകുമാരി സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വീകരണ പരിപാടി പഞ്ചായത്ത് അംഗം K ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു. മാനേജർ ബിജു നെടുവാളൂർ, PC സുരേഷ് ബാബു, K ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് തെരുവ് നാടകം നാട്ടുപച്ചയുടെ അവതരണവും നടന്നു. കലാജാഥയ്ക്ക് വെള്ളോറയിലും സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, രാത്ര. മുട്ടുകണ്ടിയിൽ ചെണ്ട പരിശീലനം നേടാൻ രൂപീകരിച്ച ഗുരുകൃപ ചെണ്ട വാദ്യസംഘത്തിന്റെ അരങ്ങേറ്റം മുട്ടുകണ്ടി പടമടക്കി തമ്പുരാട്ടി ക്ഷേത്രത്തിൽ നടന്നു. കുട്ടികളടക്കം 17 പേർ 1.5 മാസം കൊണ്ടാണ് ചെമ്പടിയും ശിങ്കാരിമേളവും പരിശീലിച്ചത്. മുട്ടുകണ്ടിയിലെ 17ഓളം ചെറുപ്പക്കാർ 1.5 മാസം കൊണ്ടാണ് ചെണ്ടമേളം പരിശീലിച്ചത്. ഇതിൽ 6 പേർ കുട്ടികളുമാണ്. പ്രശസ്ത ചെണ്ടവാദ്യ ശിങ്കാരിമേള കുലപതി രാമചന്ദ്രൻ മാസ്റ്റർ കണ്ണപുരമാണ് പരിശീലനം നൽകിയത്. മുട്ടുകണ്ടി പടമടക്കി തമ്പുരാട്ടി ക്ഷേത്ര കളയാട്ടത്തിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ചെണ്ടമേളത്തിന്റെ അരങ്ങേറ്റം കുറിച്ചു. ചെമ്പടയും ശിങ്കാരിമേളവും കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. പേരൂർ UP സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് 2015 സംഘടിപ്പിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്ത് അംഗം KV ദാമോദരൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. നെസ്റ്റ് എന്ന പേരിൽ സംഘടിപ്പിച്ച ഏകദിന ഇംഗ്ലീഷ് ക്യാമ്പിന്റെ ഭാഗമായി കുട്ടികൾക്കായി വിവിധ പരിപാടികൾ നടന്നു. കുട്ടികളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനായി സ്കിറ്റ് അവതരണം, ഡിബേറ്റ്, സ്റ്റോറി ടെല്ലിംഗ്, റെസിറ്റേഷൻ, വിവിധ പ്ലോട്ടുകൾ എന്നിവയും നടന്നു. രക്ഷിതാക്കളും സ്കൂൾ അധ്യാപകരും ക്യാമ്പിൽ സംബന്ധിച്ചു. PV വിജയൻ മാസ്റ്റർ, VV രമേശൻ, EV ഹരിപ്രസാദ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പിലാത്ര. കൊല്ലാട വിഷ്ണുമൂർത്തി കളിയാട്ട മഹോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളായി നീണ്ടുന്ന ഘോഷ പരിപാടികളിൽ വിശേഷാൽ പരിപാടികളും വിവിധ തെയ്യക്കോലങ്ങളും കെട്ടിയാടി. മഹാവ്യാധിക്ക് 9 ചുട്ട ശരീരത്തിനകത്ത് മറ്റൊരു അലധാരിവെന്ന് ഭവിച്ചില്ലാതിരുന്നപ്പോഴും പരിപാലിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന ഉത്സവാഘോഷത്തിൽ വിഷ്ണുമൂർത്തി, തൊണ്ടച്ചൻ, ചാമുണ്ടേശ്വരി എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാ സാംസ്കാരിക പരിപാടികളും നടന്നു. പാണപ്പുഴ മുണ്ടപ്രങ്കാവ് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. നിരവധി പേർ പങ്കെടുത്തു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും പ്രശസ്തവുമായ മുണ്ടപ്രംകാവ് ഭഗവതി ക്ഷേത്ര കളിയാട്ട ഭാഗമായാണ് കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നത്. പാണപ്പുഴ സോമേശ്വരി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ നിരവധി പേർ പങ്കെടുത്തു. ഘോഷയാത്ര ക്ഷേത്ര പരിസരത്ത് സമാപിച്ചു. ആക്മി തൃക്കരിപ്പൂരും അൽഹുദ ബീരിച്ചേരിയും സംയുക്തമായി സംഘടിപ്പിച്ച അംഗീകൃത സെവൻസ് ഫുട്ബോളിൽ മൊഗ്രാൽ സ്പോർട്സ് ക്ലബിന് കിരീടം. കലാശ പോരാട്ടത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് സുഭാഷ് എടാട്ടുമലിനെ തോൽപ്പിച്ചാണ് മൊഗ്രാൽ ജേതാക്കളായത്. ആരംഭം മുതൽ അവസാനം വരെ ഗാലറികളിൽ ആവേശമുണർത്തിയാണ് കളിയുടെ ഓരോ നിമിഷവും പുരോഗമിച്ചത്. 1-ാമത്തെ മിനിറ്റിൽ തന്നെ സുഭാഷിന് ലഭിച്ച ഒരു സുവർണാവസരം പാഴാക്കുന്നത് കണ്ടാണ് കളി ആരംഭിച്ചത്. 11-ാം മിനിറ്റിൽ സുഭാഷിന്റെ നൈജീരിയൻ താരം ബോബോലിന്റെ ലോങ് ഷോട്ട് വലകുലുക്കി. തൊട്ടടുത്ത നിമിഷം തന്നെ മൊഗ്രാലിന്റെ നൈജീരിയക്കാരൻ ബാസില അതേ നാണയത്തിൽ തിരിച്ചടിച്ച് സമനില ഗോൾ നേടി. 1-ാം പകുതിക്ക് ശേഷം ബാസിലയുടെ മറ്റൊരു ഗോൾ മൊഗ്രാലിന്റെ വിജയമുറപ്പിച്ചു. സ്റ്റേഡിയം കാണികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഫൈനലിന്റെ അവസാനം കരിമരുന്ന് പ്രയോഗവുമുണ്ടായി. റാന്തൽ ഉടമ TP ശിഹാബുദ്ദീൻ സമ്മാനദാനം നിർവഹിച്ചു. 30,000 രൂപ പ്രൈസ് മണിയും ട്രോഫിയുമാണ് ചാമ്പ്യന്മാർക്ക് ലഭിക്കുന്നത്. റണ്ണേഴ്സ് അപ്പിന് 20,000 രൂപയും ട്രോഫിയും ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
കൈതപ്രം പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് മധു കൈതപ്രം അനുസ്മരണം സംഘടിപ്പിക്കുന്നു. ഇനി അറിയിപ്പുകൾ. പുഞ്ചക്കാട് ആയിഷ മസ്ജിദ് മർക്കസുദ്വ കമ്മിറ്റിയുടെയും SYS SSFന്റെയും സംയുക്താഭിമുഖ്യത്തിൽ താജുൽ ഉലമ നഗറിൽ ഫെബ്രുവരി 7-ന് മഗ്രിബ് നിസ്കാരത്തിനു ശേഷം തുടങ്ങുന്ന ആത്മീയ സംഗമത്തിൽ മുഹമ്മദ് സിറാജാൻ ടീം കോഴിക്കോട് അവതരിപ്പിക്കുന്ന ഖസീത്തുൽ ബുർദ ആസ്വാദന സദസ് നടക്കും. തട്ടാർക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം തിരുവപ്പന മഹോത്സവം ഫെബ്രുവരി 7-8 തീയതികളിൽ നടക്കും. കാനായി ശ്രീ വീരർകോട്ടം കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 8 മുതൽ 10 വരെ നടക്കും. അന്നൂർ സത്യനാർട്സ് ക്ലബ്ബ്, അന്നൂർ കേരള സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന നാടകം ചന്തയിൽ ചൂടി വിൽക്കുന്ന പെണ്ണ് ഫെബ്രുവരി 7-ന് ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് ക്ലബ്ബ് ഗ്രൗണ്ടിൽ നടക്കും. മാറ്റൊലിയുമായി അശ്വിൻ ശ്രീധരൻ ചേരുന്നു. സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധികൾ വിടാതെ പിന്തുടരുകയാണ്. ഒന്നിനു പിറകെ ഒന്നൊന്നായാണ് പ്രതിസന്ധികൾ സർക്കാരിനെ പിടികൂടുന്നത്. തീയതികൾ മാറ്റി ഒടുവിൽ ദേശീയ ഗെയിംസ് ആരംഭിച്ചപ്പോൾ ഗെയിംസ് അഴിമതിയുടെ പേരിൽ CBI അന്വേഷണവും സർക്കാരിന് നേരിടേണ്ടി വന്നു. അന്വേഷണ ഉത്തരവിറങ്ങിയ മണിക്കൂറുകൾക്കുള്ളിലാണ് പാറ്റൂർ ഭൂമി ഇടപാട് കേസിൽ വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥർ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും പേര് നിർദ്ദേശിച്ചത്. പ്രസ്തുത വിഷയത്തിൽ പ്രേക്ഷകരുടെ പ്രതികരണമാണ് ഇന്നത്തെ മാറ്റൊലിയിൽ. നടന്ന അഴിമതി തീർച്ചയായിട്ടും അത് അതിലെ കുറ്റവാളികളെ ശിക്ഷിക്കണമെന്നാണ് പൊതുവെ എൻ്റെ അഭിപ്രായം. നമ്മുടെ ഭാഗം പരിശുദ്ധമാണെങ്കിൽ വീണ്ടും അധികാരത്തിലേക്ക് വരാൻ വേണ്ടി കഴിയും. അതാണ് ധാർമ്മികതയുടെ പേരിൽ പല പ്രശ്നങ്ങളിലും, പാറ്റൂർ ഭൂമി മാത്രമല്ല പല പ്രശ്നങ്ങളും ഇപ്പോൾ ഒരു കളങ്കിതമായിട്ടുള്ള രൂപത്തിലേക്ക് പോകാതെ കണ്ട് നല്ല ശരിയായിട്ടുള്ള ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് രാജിവെച്ച് അന്വേഷണത്തെ നേരിടുന്നതായിരിക്കും കൂടുതൽ ഉത്തമമെന്നാണ് എൻ്റെ അഭിപ്രായം. രാജിവെച്ചിട്ട് വിജിലൻസ് അന്വേഷണം നടത്തണം. അല്ലെങ്കിൽ അവർ വിജിലൻസിൻ്റെ അവരുടെ ഗവൺമെൻറ്റിൻ്റെ എല്ലാവരെയും അവർ കുറ്റക്കാരനല്ലാതെ തെളിയും വിജിലൻസ് അന്വേഷണത്തിൽ. അതുകൊണ്ട് അതാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ ഇപ്പോൾ അഴിമതി തൊടാത്ത ഒരു കാര്യങ്ങളും ഇല്ല. ഭരണവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയത്തിലും എല്ലാ ടെൻഡറിൻ്റെ കാര്യത്തിലായാലും അഴിമതി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ അഴിമതിയുടെ ആരൂഢം മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ആ ഓഫീസുമായി ബന്ധപ്പെട്ട് അറിയാതെ ഒരു അഴിമതിയും നടക്കില്ല എന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു വിഷയമാണ്. പാറ്റൂർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ ലോകായുക്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ആ റിപ്പോർട്ടിലാകെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ പങ്ക്, കോടികളുടെ അഴിമതി പാറ്റൂർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നാണ് ലോകായുക്തയുടെ റിപ്പോർട്ടിലൂടെ മനസ്സിലാവുന്നത്. ഏത് കാര്യമെടുത്താലും ഇപ്പോൾ അഴിമതി ഇല്ലാത്ത ഒരു കാര്യവും കേരളത്തിൽ നടക്കുന്നില്ല എന്നതാണ് പൊതുവെ പറയാനുള്ളത്. ഭൂമി തട്ടിപ്പിൻ്റെ പ്രശ്നം പറയാമെന്ന് പറഞ്ഞാൽ അതിൽ ഇപ്പം ഒഴിഞ്ഞ ചീഫ് സെക്രട്ടറി മുതൽ എല്ലാവരും ഇതിന് വാകവാക്കുകളായതുകൊണ്ട് ഇത് നിയന്ത്രിക്കാൻ ഇന്ന് ആർക്കും കഴിയാത്ത അവസ്ഥയായി. ഇത് ആര് നിയന്ത്രിച്ചാലാണ് ഇതിൻ്റെ സത്യാവസ്ഥ വരലും തന്നെ ഇപ്പോൾ ആർക്കും ജനങ്ങൾക്ക് തന്നെ അങ്കലാപ്പിലായുള്ളത്. ഈ പ്രശ്നം സമീപകാലത്തുണ്ടായ അഴിമതികളിലൊരു വലിയ അഴിമതി തന്നെയാണ് പാറ്റൂർ ഭൂമി ഇടപാട്. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് സെക്രട്ടറിയായി പെൻഷൻ പറ്റിയ ഭരത് ഭൂഷൺ, അദ്ദേഹം മുഖ്യമന്ത്രി, ഏറ്റവും കേരള ഗവൺമെൻറ്റിൻ്റെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുമായി സഹകരിച്ചുകൊണ്ട് നടത്തിയ ഒരു വെട്ടിപ്പാണ് പാറ്റൂർ ഭൂമി ഇടപാട്. കൂട്ടുകച്ചവടത്തിൻ്റെ സങ്കേതമായിട്ടാണ് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത പരിസ്ഥിതിയാണ്. അതിന് വേണ്ടുന്ന നേർവഴിക്ക് നയിക്കേണ്ട ഒരു ഭരണ സംഘമല്ല ഇവിടെ ഉള്ളത്. കാരണം പാവപ്പെട്ടവർ ഇപ്പം പലതരത്തിലും ബുദ്ധിമുട്ടുന്നൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അടിക്കടി തമ്മിലടികൾ കൊണ്ട് രാഷ്ട്രീയ കക്ഷികളുടെ തമ്മിലടിയും അങ്ങോട്ടോ പോകണ്ടേ ഇങ്ങോട്ടോ പോകണ്ടേ എന്ന് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഏതിലേക്കാണ് കാല് മാറേണ്ടെന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇടതിൽ പോകണോ വലതിൽ പോകണോ എങ്ങനെ നിൽക്കണോ, അതല്ലാണ്ട് ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഉപകാരവും ഇന്നത്തെ ഭരണം കൊണ്ട് പ്രതീക്ഷിക്കുന്നില്ല. ഉമ്മൻചാണ്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് പൊതുപ്രവർത്തന രംഗത്ത് 60 കൊല്ലം പിന്നിട്ടൊരു വ്യക്തിയാണ്. ആ മഹാനുഭാവൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാ നേതാക്കന്മാർക്കും ഒരു പാഠമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം.
24 മണിക്കൂറിൽ 2-3 മണിക്കൂർ ഒഴിച്ച് ബാക്കി 22 മണിക്കൂറിലധികം പൊതുപ്രവർത്തന രംഗത്ത് തിളങ്ങുന്ന അങ്ങേയറ്റം ജനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്ന ആ മഹത് വ്യക്തിയെപ്പറ്റി ആർക്കാണ് കുറ്റം പറയാനുള്ളത്? എന്താ അഴിമതി? എന്താ പലരും അദ്ദേഹത്തെ അഴിമതിക്കാരെന്ന് പറയുന്നില്ലേ? എന്താ അഴിമതി? ഏതെങ്കിലും ഒരു അഴിമതി ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ? ആർക്കും ആരുടെ പേരിലും അഴിമതി ആരോപണം ഉന്നയിക്കാം. തെളിയിക്കപ്പെടണം. പൊതുപ്രവർത്തന രംഗത്ത് ഇന്നേ വരെ ഒരു തെറ്റും ചെയ്യാതെ സത്യസന്ധയുടെ ആത്മാർത്ഥതയുടെ പ്രതീകമാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ ഒരു ദിവസത്തെപ്പറ്റി നിങ്ങൾ ദിവസേന അറിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഓരോ പൊതുപരിപാടികളിലും നൂറുകണക്കിന് നിവേദനങ്ങളാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഈ ഭൂമി ഇടപാട് മാത്രമല്ല, ലാലീസായാലും ഇന്നത്തെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ട് കൊണ്ട് പൊറുതിമുട്ടിയിട്ട് ഈ ഒരു അവസ്ഥയിൽ ഇതുവരെ കേരളം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കേരളത്തിലെ ജനത പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിലക്കയറ്റ ഒരു ഭാഗത്ത്, മറ്റ് പ്രശ്നങ്ങൾ മറ്റൊരു ഭാഗത്ത്, അതിൻ്റെ ഇടയ്ക്ക് ലാലീസം, അതുപോലെ ഭൂമി ഇടപാടുകൾ, ഇതിൽ മുഖ്യ പ്രതികളായിട്ടുള്ള വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് സാധാരണ ജീവനക്കാരുടെ നേരെ നടപടിയെടുത്തിട്ട് ഇത് ഒഴിവാക്കാനാണ് സർക്കാർ ഇന്ന് മുമ്പോട്ട് വരുന്നത് എന്നുള്ളതാണ്. പയ്യന്നൂർ നഗരസഭ മാസ്റ്റർ പ്ലാൻ 2ാം ഘട്ട സെമിനാർ ശ്രീകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി തൂണുകൾ സർക്കാർ റിലയൻസിന് വാടകയ്ക്ക് നൽകിയത് കേബിൾ TV മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് സിഒയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രകടനം നടത്തി. ചെറുവത്തൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ഐതിഹ്യപ്പെരുമയിൽ മംഗലക്കുഞ്ഞുങ്ങൾ ക്ഷേത്രാങ്കണത്തിലെത്തി. മംഗലക്കുഞ്ഞുങ്ങളോടുകൂടിയ മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റം ദർശിക്കാൻ ക്ഷേത്രത്തിലേക്ക് ഭക്തജനപ്രവാഹം. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കാങ്കോലിൽ വർഗീയ വിരുദ്ധ മാനവ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഭാരതീയ മസ്ദൂർ സംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 16-17 തീയതികളിൽ നടക്കും. മുന്നോടിയായി തൃക്കരിപ്പൂരിൽ വിളംബര ജാഥ നടന്നു.